ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. ഞങ്ങൾ വാഗമൺ ഫ്രണ്ട്സായിട്ടൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സൺഡേ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസാണ് ഞാൻ ഇന്നത്തെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് 5:30-ക്കായിരുന്നേ. ഞങ്ങൾ അവിടെ നിന്ന് 5:30-ക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഓരോരുത്തരെ വെച്ച് ഓരോ സൈഡിൽ നിന്ന് ഞങ്ങൾ പിക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തായിരുന്നേ. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു പാലയൊക്കെ എത്തിയ സമയത്താണ് ഞങ്ങൾ വീഡിയോ എടുത്തത്. പിന്നെ ഞങ്ങൾ വാഗമണ്ണിലോട്ട് ഫസ്റ്റ് വാഗമണ്ണാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അത് കഴിഞ്ഞ് ഇല്ലിക്കക്കല്ല്, അത് കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴി സമയമുണ്ടെങ്കിൽ വൺ ഡേ ട്രിപ്പായിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പം വരുന്ന വഴി എവിടെയെങ്കിലുമൊക്കെ കയറാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ഏകദേശം ഒരു വാഗമണ്ണിൻ്റെ അടുത്തെത്താറായപ്പോഴത്തേക്കും ഞങ്ങൾ ചുരം കയറുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വയറൊക്കെ കാലിയാക്കണ്ടേ, അല്ല വയറൊക്കെ ഫുള്ളാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ഫുഡ് കഴിക്കുന്ന രംഗമാണ്. അപ്പം അവിടെ നിന്ന് പിന്നെ ഫോട്ടോഷൂട്ട് മസ്റ്റാണല്ലോ. നമ്മളപ്പോൾ അത് ഫോട്ടോഷൂട്ട് എടുക്കുന്ന രംഗമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വയറും കൊണ്ട് ഡംപ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സോ അവിടെ നിന്ന് ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക യാത്ര. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് സൈഡ് പാർക്ക് ചെയ്തിട്ടുള്ളൊരു ചെറിയ ക്ലിപ്പ് അതിനകത്ത് കാണുന്നത്. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്, ഞങ്ങൾ പ്ലാനിങ്ങില്ല ഭയങ്കര എവിടെ പോകണം, ഇങ്ങനെ വൺ ഡേ ട്രിപ്പല്ലേ, നമുക്ക് അതിൻ്റേതായ ലിമിറ്റും ടൈമൊക്കെ ഇല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത രംഗം ഞങ്ങളങ്ങനെ വാഗമൺ എത്തി. ജസ്റ്റ് ഞങ്ങളൊന്ന് അവിടേക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓടിച്ചാടി ഒന്ന് കയറിയിട്ട് വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കയറിയതാണ്, ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ വാഗമൺ എത്തി. നമ്മൾ ഫസ്റ്റ് പോയത് നമ്മൾ മൊട്ടക്കുന്നിലോട്ടാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ ടൈമിലൊന്നും കോടയൊന്നും വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് ഞങ്ങളിപ്പം അതിനകത്ത് വീഡിയോ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് വലിയ രീതിയിലൊന്നും കോടയൊന്നും അവിടെ സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു ആ ടൈമിൽ. ഞങ്ങൾ ഏകദേശം ഒരു 10-10:30 ആയപ്പോൾ തന്നെ ഞങ്ങളവിടെ എത്തിയായിരുന്നു. എന്നിട്ട് ഞങ്ങളവിടെ നോക്കിയപ്പോൾ ജസ്റ്റ് കോട വരുന്ന ആ ഒരു മഴക്കാറൊക്കെ വരുന്നൊരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ചെറുതായിട്ടൊന്ന് മൂടി തുടങ്ങി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തെടുത്ത് ഇങ്ങനെ നടക്കുവാണ് അവിടുത്തെ. ഞങ്ങൾ അത്യാവശ്യം ഹൈ ലെവലിൽ തന്നെ എല്ലായിടത്തും തന്നെ നമ്മൾ ഹൈ ലെവലിൽ തന്നെ കയറാൻ തന്നെ നോക്കിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസം ഒരിക്കലും മറക്കത്തില്ല. കുറേ നല്ല നല്ല വീഡിയോസും ഡാൻസും എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോരോ സ്ഥലം ഇങ്ങനെ കണ്ട് ഇങ്ങനെ നടക്കുവാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണേ. അടുത്ത സ്പോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തങ്കൽപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു സ്പോട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത്, ഈ മഴ സമയത്ത് തന്നെ പോയി അനുഭവിച്ച് ഫീലായി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അവിടുത്തെ. സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് വരെ നിങ്ങൾക്ക് ആ ഒരു വൈബ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളേ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയി. ഞങ്ങൾ വിചാരിച്ചു രാവിലത്തെ ആ മൊട്ടക്കുന്നിൻ്റെ അതേ വൈബ് തന്നെ ആയിരിക്കും. പക്ഷേ അവിടെ ഞങ്ങൾ എത്തിയത് ഞങ്ങൾ കണ്ട ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാവുമേ. അത്യാവശ്യം പറയാതിരിക്കാൻ പറ്റില്ല, വൈബ് മൂഡ് തന്നെയായിരുന്നു. നമുക്ക് ഒരു ടൂറ് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനത്തെ ഒരു വൈബ് മൂഡ് തന്നെയായിരുന്നു അവിടെ. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്നും അല്ല, മഴയൊന്ന് ചാറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല അതിന് മുമ്പായിട്ട് ഞങ്ങൾ വട്ടവാടയിൽ നിന്നെടുത്ത കുറച്ച് വീഡിയോസും ഇതും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്നെടുത്ത കുറച്ച് ഡാൻസും ഇതുമൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഈ രംഗമാണ് ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പോയി വാച്ച് ചെയ്തിട്ട് വായോ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് നമുക്ക് അവിടുത്തെ ആ ഒരു വൈബ് നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ വീഡിയോസിലോട്ട് കാണാം. ഈ ഒരു രംഗമാണ് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ കാണാൻ പറ്റും. അതിനകത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ വീഡിയോയ്ക്കുള്ള പോസൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനുള്ളൊരു രംഗമാണ് ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവിടെ പോയത് തന്നെ നമ്മൾ കുറേ വീഡിയോസും ഡാൻസും എല്ലാം ഷൂട്ട് ചെയ്യാനുള്ള ഞങ്ങൾ 5 പേരായിട്ടാണ് പോയത്. എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ 3 ഫ്രണ്ട്സും ഒക്കെ ആയിട്ടാണ് പോയത്.
അപ്പം ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും മാക്സിമം കവർ ചെയ്യാൻ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇതും ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന രംഗം തന്നെയാണിത്. സത്യം പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം വിട്ടോളൂ. അടിപൊളി വൈബായിരിക്കും. അത്യാവശ്യം എല്ലാവരും ടേക്ക് കെയർ തന്നെ ചെയ്യണം. നമ്മൾ നമ്മുടേതായ ഒരു ഇതൊക്കെ നോക്കി നല്ല കെയർ ചെയ്തിട്ട് തന്നെ പോകണം കേട്ടോ. ഈ കാണുന്നത് വട്ടവടയിൽ ഞങ്ങൾ എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് നമ്മുടെ മെയിൻ പ്ലേസായ ഞാൻ നേരത്തെ പറഞ്ഞ ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തങ്ങൾപ്പാറയിലോട്ട് പോയുള്ള ആ ഒരു വീഡിയോ ഇതിനകത്ത് ഇനി ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങളിതേ അടുത്ത രംഗമാണ് ഇതിനകത്ത്. ഞങ്ങളിതേ ഓരോ ചുരം ഇങ്ങനെ കയറി കൊണ്ടിരിക്കുവാണ്. എനിക്കറിയത്തില്ല അവന്റെ കാര്യം. എനിക്ക് പേടിയാ. അയ്യോ
ഞാൻ പുറകോട്ട് ഭയങ്കര ഹൈ അതവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളമല്ലേ അത് കെട്ടിക്കിടക്കുന്ന വെള്ളമല്ലേ കേറാൻ നേരത്ത് ഇടുക്കിയിലാലും പഠിപ്പിച്ചു ഇങ്ങനെ പോവുക അതിപ്പറ്റി ഇങ്ങനെ പോവുക എടാ മതി ഫോൺ മാറ്റിക്കേ നല്ല ഇതുണ്ട് മതി കയറാൻ കൈവിട്ട് പോകും. പറത്തി വിട്ടേ കേട്ടാ നോക്കണേ സത്യം പറഞ്ഞാൽ അവിടെ കയറി ഞങ്ങൾ അടിച്ച് തീർത്തിട്ട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്.
നമ്മളങ്ങനെ അവിടെ നിന്ന് കുറേ വീഡിയോസും ഇതുമൊക്കെ നിങ്ങൾ അത്യാവശ്യം വീഡിയോസൊക്കെ കണ്ട് കാണും. അവിടുത്തെ വൈബ് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോയിലൂടെ മനസ്സിലായി കാണും. സോ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ചുരം ഇറങ്ങാൻ, കാരണം ഞങ്ങളുടെ ടൈം കഴിയാറായി, നമ്മുടെ എൻജോയ്മെൻറ്റിൻ്റെ ടൈം കഴിയാറായി. അങ്ങനെ ഞങ്ങൾ ചുരം ഇറങ്ങാനുള്ള ഇതിനാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞൊക്കെ അത് ഇറങ്ങുവാണ്. ഞങ്ങൾ തിരിച്ച് വരുവാണ്. വരുന്ന വഴി തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം വയറൊക്കെ നിറച്ചിട്ട് തന്നെയാണ് അവിടെ നിന്ന് വരുന്നത്. സത്യം പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ഫ്രണ്ട്സുമായിട്ട് ഈ ടൈമിൽ പോയി എൻജോയ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാ വിഷമങ്ങളും മറന്ന് നമുക്കൊരു ഡേ കിട്ടുകയെന്ന് വെച്ചാൽ വളരെ വലിയ കാര്യം തന്നെയല്ലേ. സോ എല്ലാവരും ആ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. സോ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ. പോകുന്നതിന് മുമ്പ് ഒരു കാര്യമേ, എല്ലാവരും പുതിയതായി ചാനൽ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ലൈക്ക് ഷെയർ ഫോളോ മൈ ചാനൽ. ഓക്കെ ബൈ.